അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ റാം ജാമ്യത്തിനായി ഹൈക്കോടതിയിലേക്ക്. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് റാം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, നിതിന്റെ മരണത്തിലെ പ്രതിയായ റാമിന്റെ മുൻകൂർ ജാമ്യം ഇന്നലെ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കേൾക്കുന്നു റാം. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഡോക്ടർ റാം നേരിട്ടത്. ഈ ജാമ്യ ഹർജി നിരുപാധികമായി കോടതി തള്ളുകയായിരുന്നു. മാത്രമല്ല, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കോടതി പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ പൊടുന്നനെ തന്നെ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജാതി അധിക്ഷേപം നടത്തിയതിന് നേരിട്ട് തെളിവുകളൊന്നുമില്ല, പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നുമില്ല എന്നും മാത്രമല്ല ഇത്തരത്തിൽ ഇയാൾക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് എന്നും കോടതി ഇന്നലെ നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പോയാൽ ഈ തരത്തിൽ ജാതി അധിക്ഷേപം നടന്നിട്ടില്ല എന്നുള്ള ആ കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഡോക്ടർ MK റാം പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപക്ഷെ പിടികൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന ഘട്ടത്തിൽ പോലീസ് ഇത്തരത്തിൽ പൊടുന്നനെ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാറില്ല, അതൊരു പതിവില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കിയാണ് ഇത്തരത്തിൽ ഡോക്ടർ MK റാം ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ കേസിൽ 2 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് ഇന്നലെ ആ കോടതി വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഹാജരാകണമെന്ന് ഉൾപ്പെടെയുള്ള നിബന്ധനകൾ പ്രകാരമാണ് ഡോക്ടർ സംഗീതയ്ക്ക് ഇന്നലെ ജാമ്യം അനുവദിച്ചത്. പക്ഷേ MK റാമിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് എന്ന കാര്യം ആ പ്രോസിക്യൂഷന്റെ വാദം അത് കോടതി ശരിവെക്കുകയായിരുന്നു. മാത്രവുമല്ല, ഈ തരത്തിൽ താൻ SC വിഭാഗത്തിൽ പെടുന്ന ആളാണ് എന്ന് കാണിച്ച് നൽകിയിരിക്കുന്ന രേഖ അത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള രേഖകൾ ഈ MK റാം ഇത്തരത്തിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇന്നലെ കോടതിയിൽ ഉയർന്നത്. പ്രോസിക്യൂഷൻ അത് രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ചത് SC വിഭാഗത്തിൽ പെടുന്ന ആളല്ല, OBC വിഭാഗത്തിൽ പെടുന്ന ആളാണ് ഡോക്ടർ MK റാം എന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം ഈ ജാമ്യ ഹർജി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട റാം ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയുന്നത്.